ആ ക്രിസ്മസ് കാർഡുകളിൽ മണിപ്പൂരിലെ നിരപരാധികളുടെ രക്തമുണ്ട്. അതിന്റെ കൂടെ ഒരു കാര്യം കൂടി ക്രിസ്മസ് കാലത്ത് നമ്മൾ കണ്ടു. ചിലർ ക്രിസ്മസ് കേക്കുകളുമായും ക്രിസ്മസ് കാർഡുകളുമായും വീടുകളും മച്ചിടങ്ങളും സന്ദർശിക്കുന്നത് കണ്ടു. ആ ക്രിസ്മസ് കാർഡുകളിൽ മണിപ്പൂരിലെ നിരപരാധികളുടെ രക്തമുണ്ട്. ആ ക്രിസ്മസ് കാർഡുകളിൽ പുറത്തൊരു ക്രിസ്മസ് വിളക്ക് തൂക്കാൻ കഴിയാത്ത ആളുകളുടെ നെടുവീർപ്പുണ്ട്. എന്താണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അങ്ങ് മൗനമായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങ് മണിപ്പൂർ എന്ന് സന്ദർശിക്കാത്തത്? എന്തുകൊണ്ടാണ്? അവിടെ സ്ത്രീകൾ നഗ്നരാക്കപ്പെട്ട് നടന്നില്ലേ? അവിടെ കുഞ്ഞുങ്ങൾ വധിക്കപ്പെട്ടില്ലേ? അവിടെ യുവാക്കൾ വധിക്കപ്പെട്ടില്ലേ? ഇന്ത്യയിൽ മണിപ്പൂർ അശാന്തമായിരുന്നപ്പോൾ, അല്ലെങ്കിൽ ഇപ്പോഴും കഴിഞ്ഞ ദിവസവും അവിടെ ഒരു ജില്ലയിൽ 4 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനമായ കർണാടകത്തിൽ ക്രിസ്മസ് കാരൽ ഇറങ്ങിയപ്പോൾ സാന്താക്ലോസിനെ ഉൾപ്പെടെ മർദ്ദിച്ചുകൊണ്ട് വളരെ ക്രൂരമായ രീതിയിൽ ആക്രമണം നടത്തി. ഗ്രഹാം സ്റ്റെയിന്റെയും കുഞ്ഞുങ്ങളുടെയും രക്തം ആ കാർഡുകളിൽ ഉണ്ട് എന്നുള്ളത് നാം കാണേണ്ടതുണ്ട്. രാജ്യത്ത് നാം കാണേണ്ടത് മതേതരത്വത്തിന്റെ മരണമണി മുഴങ്ങിയിരിക്കുകയാണ്. നാം കാതോർക്കണം. നമുക്ക് ഇടപെടാനുള്ള അവസരമാണ്. നാം പ്രവർത്തിക്കേണ്ട അവസരമാണ്. ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നതാണ്, പ്രിയാമ്പിൾ ഉറപ്പ് നൽകുന്നതാണ്, ഇന്ത്യ ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണ്, മതേതര രാഷ്ട്രമാണ് ഇന്ത്യ. മതേതരത്വത്തിന്റെ മരണമണി മുഴങ്ങുന്നു. നമുക്ക് ചെവികളിൽ കേൾക്കാം. 2014 2014 the election that changed India എന്ന് രാജ്ദീപ് സർദേശായിയുടെ ഒരു പുസ്തകമുണ്ട്. അദ്ദേഹം പ്രശസ്ത മാധ്യമ പ്രവർത്തകനാണ്. കോർപ്പറേറ്റുകൾ ഒരു മാധ്യമ സ്ഥാപനം വിലക്കെടുത്തപ്പോൾ സ്വന്തമായി പോയി മാധ്യമ സ്ഥാപനം തുടങ്ങി അല്ലെങ്കിൽ അതിൽ പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഉണ്ട്. ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി എന്ന നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ആ വീടിന് അദ്ദേഹം താമസിക്കുന്ന ഈ നരേന്ദ്രമോദി താമസിക്കുന്ന വീടിന് ഏതാനും അടുത്ത് ഇദ്ദേഹത്തിന്റെ കാർ അപകടത്തിലായി. അതിൽ അഭയം ചോദിച്ചു, നിഷേധിച്ചു. ആ നിശബ്ദത തുടരുകയല്ലേ മണിപ്പൂരിന്റെ കാര്യത്തിൽ? ഇന്ത്യയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ആക്രമിക്കപ്പെടുന്നു. 2022 നാഷണൽ ക്രൈം ബ്യൂറോയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെ 58,000 ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. ലജ്ജിക്കണം. നാം എവിടേക്കാണ് പോകുന്നത്? ഇവിടെ പിന്നോക്ക വിഭാഗങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഒരു ഇലക്ഷൻ അടുത്തു നിൽക്കുമ്പോൾ, പൊതു തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോൾ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കൾ ഇപ്പോൾ സമൂഹത്തിൽ ഇറങ്ങുകയാണ്. കർണാടകത്തിൽ ഒരു നയം, ആന്ധ്രയിൽ ഒരു നയം, തമിഴ്നാട്ടിൽ ഒരു നയം, കേരളത്തിൽ മറ്റൊരു നയം. ഇതാണ് BJPയുടെ. അത് കുറച്ചു കാലത്തേക്കേ ഉള്ളൂ എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളം, കേന്ദ്രം എന്ത് തന്നെ നമ്മോട് ഏത് നിലപാട്, ഈ നിലപാട് തുടർന്നു കൊണ്ടുപോകുന്നത് എന്തിനാണ്? കേരളത്തിലെ ജനങ്ങളോടുള്ള, വാസ്തവത്തിൽ സർക്കാരിനെതിരെയല്ലല്ലോ. ഇപ്പൊ രാഷ്ട്രീയമായി കേരളം കേന്ദ്രത്തിനൊപ്പം നിൽക്കാത്തതാണ് അവരുടെ പ്രശ്നം. അതുകൊണ്ടാണ് പണം നൽകാത്തത്. ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന പണമാണ്. അതുകൊണ്ടാണ് പണം നൽകാത്തത്. ശ്വാസം മുട്ടിക്കുന്നത് അതുകൊണ്ടാണ്. സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നത് ഭരണഘടനാ പദവിയിലുള്ള ആളെ കൊണ്ട് ക്രമസമാധാന പാലനം അല്ലെങ്കിൽ അത് തകർക്കാൻ ശ്രമിക്കുന്നതും അതുകൊണ്ടാണ്. പക്ഷെ കേരളം ചെറുത്തു നിൽക്കും. കാരണം നിങ്ങൾ നൽകുന്ന ഊർജമുണ്ട്. ഈ നവകേരള സദസ്സിൽ നിങ്ങളുടെ സാന്നിധ്യം നൽകുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. ആ പ്രഖ്യാപനം എന്താണ്? കേരളം എന്റേതാണ്, നമ്മുടേതാണ്, നമുക്ക് നമ്മുടെ മക്കളുടേതാണ്, തലമുറകളുടേതാണ്. നമ്മുടെ കേരളം എന്ന പൊതുവികാരത്തെ നശിപ്പിക്കാൻ, കേരളത്തിന്റെ വികസനത്തെ തടുക്കാൻ ആര് ശ്രമിച്ചാലും അതിനെതിരെ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന പ്രഖ്യാപനമാണ് കുന്നത്ത് നാട്ടിലെ ഈ ജനതതികളും നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയാഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദ്യങ്ങൾ.